ആരിഫെ, നൊന്ത് പ്രസവിച്ച ഉമ്മാനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോടാ. ഉമ്മ മരിച്ചപ്പോ നിനക്ക് നല്ലത് പറയാൻ മനസ്സ് അനുവദിച്ചില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ പാടില്ലായിരുന്നോ? കൂട്ടരെ, ഈ ചങ്ങാതി പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? എഴുതിയത് കണ്ടില്ലേ? ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ ഉപേക്ഷിച്ച ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് യാത്രയായി എന്നെഴുതിയിട്ട് ഉമ്മാനെ തേച്ചൊട്ടിച്ച ആരിഫ് പിന്നെ ഒരാദരാഞ്ജലികൾ ധാര ബോധിപ്പിക്കാൻ. ആരിഫെ, ഈ ആദരാഞ്ജലികൾ ആർക്ക് വേണം? നമ്മുടെ നാട്ടിലൊക്കെ ദൈവം എന്ന ശക്തിയെ നിഷേധിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതൊക്കെ അവരവരെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരാൾ പോലും സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം ഉമ്മ മരണപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ടോക്ക് നടത്തിയതായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആരിഫെ, ഇന്ന് ഈ രണ്ട് കാലിൽ നീ സ്റ്റേബിളായി നിൽക്കുന്നത് ഒരുപാട് നാളത്തെ നിന്റെ ഉമ്മയുടെ ഉറക്കും ഊണും ഉപേക്ഷിച്ചുകൊണ്ടുള്ള അധ്വാനമാണ് എന്ന് നീ മറക്കരുത്. ഉമ്മാക്കെതിരെ എഴുതാൻ നീ പൊക്കിയ കയ്യ്, ആ കയ്യിന്ന് നിനക്ക് പൊക്കാൻ സാധിക്കുന്നത് ആരിഫെ നിന്റെ ഉമ്മാന്റെ ഒരുപാട് നാളത്തെ കണ്ണുനീരാണ്. ഇന്നും ആരിഫെ നിന്റെ വയറ്റിൽ ഒരു കുഴിയുണ്ട്. ആ കുഴിയിലൂടെയാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നീ 10 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഉമ്മ നിനക്ക് ഭക്ഷണം തന്ന് നിന്നെ സംരക്ഷിച്ചത്. മറക്കരുത് ആരിഫെ. 9 മാസവും ചില്ലറ ദിവസവും 10 മാസത്തോളം ഉമ്മ നിന്നെ ചുമന്ന് നടന്നെങ്കിൽ ആരിഫെ, ഒരു ദിവസം 2 കിലോ വെയിറ്റുള്ള ഒരു കല്ല് നിന്റെ വയറ്റിൽ കെട്ടി നിനക്ക് ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ആരിഫെ, നിന്റെ ഈ സ്റ്റാറ്റസ് കണ്ട ഏതൊരു ഉമ്മാന്റെയും നെഞ്ചിടിപ്പ്, ഏതൊരു ഉമ്മാക്കും നെഞ്ചിടിപ്പ് ഇന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നീ ഇതിൽ നിന്ന് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിന്റെ ഗതികേടിന്റെ കാലവർഷം തുടങ്ങി എന്ന് നീ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്.